ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് മത്തങ്ങ കറിയുടെ റെസിപ്പിയാണ്. മത്തങ്ങ ഒഴിച്ച് കറി അല്ലെങ്കിൽ ചാറ് കറി എന്നൊക്കെ നമുക്കിതിന് പറയാം. ഇത് നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇത് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, പൂരി, ചോറ് ഇവയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തങ്ങ ഒഴിച്ചുകറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു 350-400 ഗ്രാമിന് എടുത്തുണ്ട്. അത്രയും മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഈ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ആ മത്തങ്ങയൊക്കെ നന്നായിട്ട് കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത്ര വലുപ്പത്തിലുള്ള പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള 2 തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലിട്ടാണ് ഇവിടെ വേവിക്കുന്നത്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ള ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ ഈ മത്തയ്ക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മത്തയ്ക്കായും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കാം. മത്തയ്ക്ക ഉള്ളിയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്കിവിടെ ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കുക്കറൊന്ന് മൂടി വെച്ച് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. കുക്കറൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കുക്കറൊക്കെ ഒന്ന് തണുത്ത് വരുന്നവർ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു അരമുറ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു 3-4-5-8 ജീരകം മതിയാവും. ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരിക. അത് ഞാൻ ജാറിലോട്ടിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരിക. കുക്കറൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമുക്കിതൊന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓണാക്കി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വെന്ത മത്തങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ അരച്ചു കൊണ്ടുവന്ന ഈ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഈ മത്തങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം, കുറച്ച് കഷ്ണങ്ങൾ. ഉപ്പൊക്കെ മതിയോ നോക്കണം.
കുറച്ച് ഉപ്പ് പോരാഴികയുണ്ട്. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. മത്തങ്ങ കഷ്ണം കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. ഒത്തിരി ഒന്ന് ഉടയ്ക്കുകയും വേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തിള അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളക്കേണ്ട കാര്യമില്ല, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇനി ചൂടായി വരുന്ന നേരത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഒരു 2-3 ഉലുവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലൊരു കളറായിട്ട് വരുമ്പോഴത്തേക്ക് കറിയിലേക്ക് ചേർക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം വറയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ വറയുടെ കൂട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ ഒഴിച്ചുകറി അല്ലെങ്കിൽ മത്തങ്ങ ചാറ് കറി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്.